മൂന്നാറിൽ കാറിന് മുകളിലിരുന്ന യുവാവിന്റെ സാഹസിക യാത്ര. അമിത വേഗത്തിൽ ഓടിച്ച കാറിന് മുകളിലിരുന്നാണ് അപകടകരമായ രീതിയിൽ യാത്ര നടത്തിയത്. ദൃശ്യങ്ങൾ പകർത്തിയ യുവാക്കളെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പോലീസ് എത്തിയപ്പോഴേക്കും യുവാവ് വാഹനവുമായി കടന്നു കളഞ്ഞു. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, എപ്പോഴായിരുന്നു ഇത്തരത്തിൽ സാഹസിക യാത്ര? ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചവരെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്ത് നടപടിയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത്? വിനിത, ഇന്ന് ഈ മൂന്നാർ സന്ദർശിക്കാനെത്തിയ സംഘത്തിലെ ഒരു യുവാവാണ് ഇത്തരത്തിലൊരു സാഹസിക യാത്ര നടത്തിയത്. ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സാഹസിക യാത്ര എന്നല്ല, വിവേകശൂന്യത എന്ന് തന്നെ പറയണം. അത്രയും അപകടകരമായ രീതിയിലാണ് അയാൾ അമിത വേഗതയിൽ പോകുന്ന ആ കാറിന്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നത്. ഇത് പിന്നിലൂടെ വന്ന കാറിലുണ്ടായിരുന്ന യുവാക്കൾ മൊബൈലിൽ ചിത്രീകരിക്കുകയായിരുന്നു. ആലുവയിൽ നിന്നും മൂന്നാറിലേക്ക് പോയ സംഘമാണ് ഇയാളുടെ സാഹസിക യാത്ര പിന്നിൽ വന്ന വാഹനത്തിൽ നിന്നും ചിത്രീകരിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന യുവാക്കൾ ഇരിക്കുന്ന വാഹനത്തിന് ഈ വാഹനം അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തു പോകുന്നുണ്ട്. ഒരു വളവ് കൂടിയാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോഴും അയാൾ ആ വാഹനത്തിന് മുകളിൽ ഇരിക്കുകയാണ്. പിന്നീട് ഈ മൊബൈൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഈ യുവാക്കളുടെ വാഹനത്തിന് വട്ടം വെച്ച് നിർത്തി ഈ ദൃശ്യം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ പിന്നിലെ വാഹനത്തിൽ സഞ്ചരിച്ച യുവാക്കൾ വാഹനം പെട്ടെന്നെടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. അവിടെ ചെന്ന് പോലീസുകാരോട് ഈ വിഷയം പറയുകയും മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യം കാണിക്കുകയുമായിരുന്നു. പോലീസുകാർ എത്തിയപ്പോഴേക്കും ഈ അമിത വേഗതയിൽ സഞ്ചരിച്ച ഈ വാഹനത്തിന് മുകളിലിരുന്ന് ഒരു യുവാവ് സഞ്ചരിച്ച വാഹനം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അതീവ അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്വാഭാവികമായും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നതാണ്. വിനീത, ശരി. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.